ഇതാണ് മത്സ്യകന്യകയുടെ കൊട്ടാരം. വെള്ളത്തിനടിയിലുള്ളതല്ല കേട്ടാ, നമ്മളെ കോഴിക്കോട് ടൗണിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരോവരം പാർക്കിനടുത്ത് കാറ് പാർക്ക് ചെയ്ത് 120 രൂപയുടെ ടിക്കറ്റും എടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഈ ഷെഡിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നല്ല തിരക്കാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും, അതിലൊരു സംശയവുമില്ല. എനിക്ക് ഇവന്മാരെ അങ്ങ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിടിക്കട്ടോ. ഇനി തിരണ്ടികളുടെ ലോകമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും തിരണ്ടികളാണ്. അവയുടെ ആ വലിയ വാല് ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളത്തിനടിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് ജലകന്യകയുടെയും ജലകന്യകന്റെയും പ്രതീതി സൃഷ്ടിച്ച ഇവരാണ് ഇന്നത്തെ സ്റ്റാറുകൾ. ഈ ജലകന്യകയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊടുത്തോളി ഒരു ലൈക്ക്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ് നിങ്ങൾ ഈ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടണലിലൂടെയുള്ള ഈ യാത്ര അത് കൊള്ളാം, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ യാത്ര പോകുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയൊന്ന് പരീക്ഷിച്ച് നോക്കുക. കൂടെ ഒരു ചെമ്മീൻ ചമ്മന്തി അത് നിർബന്ധമാണ്. നല്ല വിശക്കാൻ കാത്തിരുന്നിട്ട് ആ വിശപ്പിന് മേലെ അതങ്ങ് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാലും എൻ്റെ മക്കളെ കിട്ടൂല. അപ്പോൾ യൂട്ടേൺ എടുത്ത പോലെ നമ്മൾ യൂട്ടേൺ എടുത്ത് പെരെ പോട്ടെ.